രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കോൺഗ്രസിന് അനുകൂലമായി അമേരിക്കയിൽ നിന്നും വൻതോതിൽ ഫണ്ട് എത്തിയിരുന്നുവെന്ന ആശങ്കകളെ ശരിവയ്ക്കുന്നതാണ് പുതുതായി പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. യുണൈറ്റഡ് സ്റ്റേറ്റ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് അഥവാ USAID എന്ന ഏജൻസി വഴിയാണ് ഭാരതത്തിലേക്ക് വൻതോതിൽ ഫണ്ട് ഒഴുകിയത്. ജോർജ് സോറോസിന്റെയും ഡീപ് സ്റ്റേറ്റിന്റെയും ടൂളായാണ് USAID പ്രവർത്തിച്ചു വന്നത്. വികസന ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്ന മുഖംമൂടിയിൽ വലിയ രാഷ്ട്രീയ ഇടപെടലാണ് ഇവർ നടത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. കോൺഗ്രസ് NGO-കൾ, സോറോസ് ഫണ്ടിൽ പ്രവർത്തിക്കുന്ന NGO-കൾ, അർബൻ നക്സലുകൾ, ഏതാനും മാധ്യമങ്ങൾ എന്നിവയ്ക്ക് USAID നിന്നും സഹായം ഒഴുകി. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് വൻതോതിൽ ഇത്തരം സംഘടനകളിലേക്ക് ഫണ്ട് ഒഴുകിയതെന്നും ശ്രദ്ധേയമാണ്. 2020 $83 മില്യൺ ഇത്തരത്തിൽ ഭാരതത്തിൽ എത്തിയതെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് 2022-23 കാലഘട്ടങ്ങളിൽ $228 മില്യൺ അത് ഉയർന്നു. കോൺഗ്രസിന്റെ ഭരണകാലത്ത് അന്നത്തെ സർക്കാരിനും $204.28 മില്യൺ ലഭിച്ചിരുന്നു. തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് നയങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സർക്കാരിനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇതിലൂടെ അവർ ലക്ഷ്യം വെച്ചത്. മോദി സർക്കാർ അതിന് വഴങ്ങില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ സർക്കാരിനെ താഴെയിറക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തി. പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും ഇതിനായി ഉപയോഗിച്ചു. നൽകുന്ന പണത്തിനനുസരിച്ച് അർബൻ നക്സലുകളും ചില മാധ്യമങ്ങളും നരേറ്റീവുകൾ പടച്ചുവിട്ട് ജനവിധിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തിയ വ്യാജ ആരോപണങ്ങളിലെല്ലാം ഡീപ് സ്റ്റേറ്റിന്റെയും സോറോസിന്റെയും ഇടപെടൽ വ്യക്തമായിരുന്നു. എന്നാൽ അവരുടെ നിഴൽ യുദ്ധം പരാജയപ്പെട്ടു. മോദി എന്ന നേതാവിലും BJP-യിലുമുള്ള ഭാരത ജനതയ്ക്കുള്ള വിശ്വാസം നിങ്ങളുടെ വ്യാജ നിർമ്മിതികൾക്ക് തകർക്കാനാവില്ലെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടു.